വിദ്യാർത്ഥികൾക്ക് പുറമെ ആധുനികതയുടെ ചുവടുകളും മനസ്സിലാക്കി പൊതുജനങ്ങളിൽ സംസ്കരണം സാധ്യമാക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൃത്യതയോടെ ശില്പന സംവിധാനിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൽ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയകൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താനും വിദ്യാർത്ഥികളിൽ IT സംവിധാനങ്ങൾ നടത്തിവരുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങൾക്ക് തുടർവായന സാധ്യമാക്കുന്നതിന് സ്വകാര്യമായി തന്നെ വ്യത്യസ്തങ്ങളായ ഗ്രന്ഥങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന പ്രവിശാലമായ കുത്തുബ്ഖാനയും ശംസുൽ ഉലമ മെമ്മോറിയൽ ലൈബ്രറിയും പ്രവർത്തിക്കുന്നു. പ്രതിഭകളുടെ വിവിധങ്ങളായ ഭാഷകളിലും വിഷയങ്ങളിലുമായി അനവധി ഗ്രന്ഥങ്ങൾ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെ വായനാശീലം വളർത്താനും ഇത്തരം സൗകര്യങ്ങൾ സഹായകമാണ്. ഒരു പ്രവാചകന്റെ മുഖ്യ ഘടകമായ പ്രഭാഷണകലം വിദ്യാർത്ഥികളെ മികവുള്ളവരാക്കാൻ വേണ്ടി ആഴ്ചകൾ സാഹിത്യ സമാജങ്ങൾ മികച്ചവരെ കണ്ടെത്തുന്നതിനു വേണ്ടി വ്യത്യസ്ത വിഷയങ്ങൾ സംഘടിപ്പിക്കപ്പെടുന്ന സംയുക്ത സംഗമങ്ങൾ, പരിശീലന ക്ലാസുകൾ തുടങ്ങിയവയുമുണ്ട്. അറബി, ഇംഗ്ലീഷ് ഭാഷകളിൽ സംസാരിക്കാനും പ്രസംഗിക്കാനും ആവശ്യമായ അതിനോടനുബന്ധിച്ച് സമാജ സംഗമങ്ങളും നടന്നുവരുന്നുണ്ട്. ഇസ്ലാമിന്റെ തനതായ രൂപത്തെ പുത്തൻ വാദങ്ങളും വ്യാജ പ്രചരണങ്ങളും നടത്തി പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇസ്ലാമിക ശക്തികളെ കുറിച്ചും ശാസ്ത്ര സ്വതന്ത്ര ചിന്താധാരകളെ കുറിച്ചും അവയെ നേരിടേണ്ട രീതിയും അതിനുവേണ്ട വിഭവങ്ങൾ പൊതുസമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും ആവശ്യമായ അവസരങ്ങൾ സ്പീക്കേഴ്സ് ഫോറത്തിന് കീഴിൽ ഞായറാഴ്ചകളിൽ പഠനശിബിരം എന്ന പേരിൽ സംശയ നിവാരണത്തോടുകൂടി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. തൂലിക കൊണ്ട് ഇസ്ലാമിനെ വലിമസമായ വായനകളാണ് താറുമാറായ ഗൃഹാന്തരീക്ഷത്തിൽ ദീനി ചുറ്റുപാടിൽ നടത്താൻ മോചനത്തിന്റെ വഴി, സംശയങ്ങൾക്ക് മറുപടി, സ്വലാത്ത്, ഇഹപര വിജയത്തിന്, മരണം, അനന്തര കർമ്മങ്ങൾ, ചിട്ടകളും മര്യാദകളും, സുന്നത്ത് നിസ്കാരങ്ങൾ, മിഅ്റാജ്, ചരിത്രവും സന്ദേശവും, ബറാഅത്തിനാവ്, ബലിപെരുന്നാൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ നിരവധി പുസ്തകങ്ങൾ അപഗ്രഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. പണ്ട് ഫോണിൽ റീചാർജ് ചെയ്തിരുന്ന പൈസ കയറ്റിയിരുന്ന പണ്ട് അങ്ങനെ അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് വർഷം തോറും പുറത്തിറക്കുന്ന എഴുത്ത് മാഗസിൻ, സമ്മേളന സപ്ലിമെന്റുകൾ, കാലിക വിഷയങ്ങളിൽ ഇവയെല്ലാം വിദ്യാർത്ഥികൾക്ക് സാഹിത്യരംഗത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ കേരളത്തിൽ നടക്കുന്ന ഇസ്ലാമിക കലാ സാഹിത്യ വേദികളിൽ ചമ്രദർശന്റെ ശബ്ദം സംസ്ഥാന തലത്തിൽ വരെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ ഇവിടുത്തെ സന്തതികൾ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നത് അഭിമാനകരമായ ചാരിതാർത്ഥ്യമാണ്. ഈ തലത്തിലേക്ക് വിദ്യാർത്ഥികളുടെ നൈസർഗിക കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വർഷം തോറും സംഘടിപ്പിക്കപ്പെടുന്ന അഞ്ചിന്റെ മത്സര പരിപാടി വിദ്യാർത്ഥികളുടെ കലാപരമായ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായകമാകുന്നു. 23 അടി നീളമുള്ള ചെറുകുടലുണ്ട് നിന്റെ വയറിൽ. തലയണിയുടെ അത്രയും വരുന്ന തലച്ചോറിന് ചുരുട്ടി രൂപം നൽകിയതും സൃഷ്ടാവ് തന്നെ. തൊട്ടതിനെയെല്ലാം കത്തിച്ചു കളയാൻ കരുത്തുള്ള ആശയുണ്ട് നിന്റെ വയറിനകത്ത്. 576 മെഗാ പിക്സലുള്ള കണ്ണുണ്ട് നിനക്ക്. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങളുടെ കലവറ. മനുഷ്യന് വിലക്കുവാൻ കഴിയാത്ത അനേകം അവയവങ്ങളും പ്രവർത്തനങ്ങളും. നീ കഴിക്കുന്ന ഭക്ഷണത്തെ ശ്വാസകോശത്തിലേക്കുള്ള വഴിയെ പോവാതെ അന്നനാളം വഴി കടത്തിവിടുന്നവനും അല്ലാഹു തന്നെ. കണ്ണിന് പ്രതിരോധ കോട്ട കെട്ടാൻ പോളകൾ ചലിപ്പിക്കുന്നതും മസ്ജിദുകളിൽ സരളവും വ്യവസ്ഥാപിതവുമായ രീതിയിൽ നടത്തപ്പെടുന്ന മതപഠന സംവിധാനങ്ങളും പള്ളികളുടെ ചരിത്രത്തോടും പഴക്കവുമുണ്ട്. ഇസ്ലാമിന്റെ ആസ്ഥാന മന്ദിരം പള്ളികൾ സംവിധാനിക്കപ്പെട്ടു. പള്ളിയുടെ ചെരുവിൽ താമസിച്ച് കാര്യങ്ങൾ പഠിക്കുകയും ആരാധനകൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രധാന വിഭാഗം പ്രവാചകാനുയായികളിൽ ഉണ്ടായിരുന്നു. ഇസ്ലാമിന്റെ മുഴുവൻ ചടങ്ങുകളുടെ ആസ്ഥാനമായിരുന്നു. അവിടെ പ്രാധാന്യം ഇസ്ലാമിന്റെ ജീവനാടിയായ അറിവിനും അതവിനും തന്നെയായിരുന്നു. സന്ദർഭങ്ങളുടെ കാലത്ത് തന്നെ കേരളത്തിൽ ഇസ്ലാം പ്രചരിച്ചിട്ടുണ്ട്. അതേ മാതൃകയിൽ പള്ളികൾ സ്ഥാപിക്കുകയും
മതപഠന സംരംഭങ്ങൾക്ക് തുടക്കം കൊടുക്കുകയും ചെയ്തു. ഇന്ന് നാം കാണുന്ന മുഴുവൻ വിജ്ഞാന വിപ്ലവ കേന്ദ്രങ്ങൾ അത്രയും സമ്മാനിച്ചത് പള്ളി ദർസുകളാണ്. കേരളത്തിലെ മുസ്ലിം പരിസരങ്ങളിൽ പള്ളി ദർസുകൾ വഹിച്ച പങ്ക് തീർത്തുള്ളതാണ്. രാജ്യത്തിന്റെ കുത്തൊഴുക്കിൽ പള്ളി ദർസുകൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സത്യമാണ്. എന്നാൽ ചാരദർസ് ഇതിൽ നിന്നെല്ലാം വികലമായി വർഷങ്ങൾക്ക് മുമ്പ് ഷെയ്ഖുന ഉസ്താദ് മർഹൂം ഷെയ്ഖുന മരക്കാർ പൈസ ഉസ്താദിന്റെ സ്വദേശമായ പട്ടണാട് ജുമാഅത്ത് പള്ളിയിൽ നിന്നും പ്രാരംഭം കുറിച്ച അമീർഖാൻ ദർസ് ഇന്ന് സ്വദേശികളും വിദേശികളുമായ 150 വിദ്യാർത്ഥികളുമായി മുന്നോട്ട് ഗമിക്കുകയാണ്. പ്രൗഢമായ ഈ ദർസ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ചെമ്പ്രയിലാണ്. ചെമ്പ്രയുടെ കഥ കൃഷി ഉപജീവനമാക്കിയുള്ള നാടാണ് ചെമ്പ്ര. ഈ പ്രദേശത്തിന്റെ പേര് തന്നെ കൃഷിയുമായി ബന്ധപ്പെടുന്നതാകില്ല. പരമ്പരാഗതമായി കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഇവിടുത്തെ സൂക്ഷിച്ചിരുന്ന വലിയ ചെമ്പിന്റെ ആയുണ്ടായിരുന്നു അത്ര. ചെമ്പ്ര ലോപിച്ചാണ് ചെമ്പ്ര എന്നാണ് പഴങ്കഥ. കൃഷി മാത്രമല്ല പണ്ഡിത കേസരികളുടെ കലവറയാണ് ചെമ്പ്ര. നിഷ്കളങ്കരായ നാട്ടുകാരുടെ സ്നേഹം തന്നെയാണ്. നാടിന്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ നിലയുറപ്പിച്ച ജുമാഅത്ത് പള്ളിയിൽ കടന്നുവരുന്ന പള്ളിയുടെ ധാർമ്മിക ദിശയിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. കടന്നുവന്ന കർമ്മങ്ങൾ അവിസ്മരണീയമാണ്. ഉസ്താദ് മണ്ണാർക്കാട്, ഉസ്താദ് സലാം കേസി ഓറോമ്പുറം എന്നിവരുടെ കഠിന പ്രയത്നവും ഉപദേശ നിർദ്ദേശങ്ങളുമാണ് എത്തിനിൽക്കുന്ന വിജയങ്ങളുടെ പിന്നാമ്പം. സാമ്പത്തികമായ മർഹൂം ഷെയ്ഖുന മരക്കാർ ഉസ്താദ് അവരുടെ ദിവസങ്ങൾ നൽകിയ നാമമാണ് നാമകരണം ചെയ്തത്. ഇവരുടെ അനുഗ്രഹാശിഫുകൾക്ക് ഈ സംഘത്തിന്റെ വിജയങ്ങളിൽ ചെറുതല്ലാത്ത സ്വാധീനമുണ്ട്. മതപ്രബോധന രംഗത്തേക്ക് ഇതിനോടകം